നമസ്കാരം. പതിരും കതിരും. ഇത്ര നാണം കൂടാതൊരുത്തിയ ഈ ത്രിലോകത്തിൽ കണ്ടില്ല ഞാൻ അഹോ എന്ന് കോട്ടയത്ത് തമ്പുരാൻ്റെ കിർമീരവധം ആട്ടക്കഥയിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് സ്വയം നാണക്കേട് വരുത്തി വെക്കുന്ന ചില സ്ത്രീജനങ്ങളുണ്ട്. അവരുണ്ടാക്കി വെക്കുന്ന വെറുപ്പ് കാണുമ്പോൾ ജനം തലയിൽ കൈവച്ച് പറഞ്ഞു പോകും, ഇതുപോലൊരെണ്ണത്തിനെ ത്രിലോകത്തിലും നമ്മൾ കണ്ടിട്ടില്ല എന്ന്. നോക്കണേ, മേറൂട്ടി അധികാരം കൊണ്ട് മത്തുപിടിച്ച് നടന്ന കാലത്ത് ശിവൻകുട്ടി മാമനൊക്കെ എത്ര അഭിമാനമായിരുന്നു. മന്ത്രിയും മേറൂട്ടിയും കൂടി എന്തൊരു സ്നേഹവാത്സല്യങ്ങളായിരുന്നു. ശിവൻകുട്ടി മാമൻ മുൻപിരുന്ന കസേരയെ ധന്യമാക്കിക്കൊണ്ട് നമ്മുടെ കമ്മിക്കുട്ടി ചിരിച്ചപ്പോൾ കൂടെ ചിരിക്കാനും സെൽഫി എടുക്കാനും ആർത്തുല്ലസിക്കാനും എത്ര പേരായിരുന്നു. ഇപ്പോൾ കരഞ്ഞപ്പോൾ കൂടെ കരയാൻ പാവത്തിൻ്റെ കൂടെ ആരുമില്ലാത്ത അവസ്ഥ. കൂരമ്പുകളാണെ ഒന്നിനു പുറകെ ഒന്നായി ആ കുഞ്ഞിന് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. ഇപ്പോഴിതാ ശിവൻകുട്ടി മാമനും കുട്ടിയെ ചതിച്ചിരിക്കുന്നു. തൻ്റെ പരാജയത്തിന് കാരണം ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനമാണെന്ന് ശിവൻകുട്ടി പാർട്ടിയുടെ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞു പോലും. പരാജയമുണ്ടാക്കുമ്പോഴത് ആരുടെയെങ്കിലും തലയിൽ ചാരുന്ന സ്വഭാവം CPM-നില്ല എന്ന് നമ്മുടെ പൂമരം സഖാവ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. പിണറായിക്കില്ലാത്ത കുറ്റവും കുറവും എങ്ങനെയാണ് ആര്യ രാജേന്ദ്രന് വന്നത്? തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ ആര്യക്കുട്ടിയുടെ തല വെളിച്ചം കാണിക്കരുത് എന്ന് പാർട്ടി പറഞ്ഞതുകൊണ്ട് ആ പാവം പതുങ്ങി വീട്ടിലിരിക്കുകയായിരുന്നു. എന്നാൽ ശിവൻകുട്ടി മാമൻ വാളും പരിചയം കറക്കി കോമരം തുള്ളി ചുവന്ന പട്ടും തലയിൽ ചുറ്റി റോഡ് ഷോ നടത്തി വന്നപ്പോൾ ആ പാവം കുട്ടിക്ക് കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സഹാത്തി എന്ന നിലയിൽ ആ കുട്ടിയുടെ വിപ്ലവ രക്തം തിളച്ചു. ശിവൻകുട്ടി മാമൻ കയറിയ വണ്ടിയിൽ എങ്ങനെയോ വലിഞ്ഞു കയറി. അതൊരു വിനയായെന്നും ആ കുട്ടി കയറിയതോടെ തൻ്റെ വോട്ടുകളെല്ലാം കുറഞ്ഞുപോയി എന്നുമാണ് ശിവൻകുട്ടി പരാതിപ്പെടുന്നത്. ആര്യ രാജേന്ദ്രനെ വാഹനത്തിൽ കയറ്റിയതിന് സ്ത്രീകൾ പോലും പരാതി പറഞ്ഞിരുന്നു. 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് വെറും 5 വോട്ടുകൾ മാത്രം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടി മാമൻ പൊട്ടിത്തെറിച്ചത്. അല്ല ശിവൻകുട്ടി, ജനിച്ചു വളർന്ന നാട്ടിൽ പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ടിലും തോറ്റു തുന്നം പാടിയത് ആര്യ രാജേന്ദ്രൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസം നിങ്ങൾ കുശലം പറഞ്ഞ മോഹൻലാലിൻ്റെ തോളിൽ ചാരി നിന്നല്ലോ. ആ മോഹൻലാലെങ്കിലും താങ്കൾക്ക് വോട്ട് തന്നതായി പ്രതീക്ഷിക്കുന്നുണ്ടോ? ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയതുകൊണ്ടാണോ കഴക്കൂട്ടത്ത് പുളകംകൊള്ളി സുരേന്ദ്രനെ നാട്ടുകാർ എടുത്ത് നിലത്തടിച്ചത്? പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ്റെ ഭാര്യ തളിപ്പറമ്പിൽ തോറ്റു തുന്നം പാടിയത് ആര്യ രാജേന്ദ്രൻ അവിടെ പ്രചാരണത്തിന് പോയതുകൊണ്ടാണോ? ഈ അന്തരീക്ഷമാകെ മലിനപ്പെടുത്തി നിറഞ്ഞു നിന്ന പിണറായി എന്ന ദുർമുഖത്തോടുള്ള ശത്രുതയായിരുന്നു ഇതിനെല്ലാം കാരണം. ശിവൻകുട്ടിക്ക് ചില്ലറ സോക്കേടൊന്നുമായിരുന്നില്ല ഭരണത്തിലിരുന്നപ്പോൾ. കൂകിയാർപ്പൻ ബാധിച്ചതുപോലെ എന്തൊരു നിഗളിപ്പായിരുന്നു. 1000 വോട്ടുകൾ പ്രതീക്ഷിച്ചിടത്ത് 5 വോട്ടായി അത് കുറയണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ നാണം കെട്ട കഥകളൊക്കെ ഇങ്ങനെ പുറത്തുളുപ്പില്ലാതെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ സഖാവേ? അധികാരത്തിൻ്റെ അഹമ്മതിയിൽ ഈ സ്ത്രീ കാണിച്ച ദുർവൃത്തികളെ മുഴുവൻ കൈയടിച്ച് പാസ്സാക്കുന്നതായിരുന്നല്ലോ നിങ്ങളുടെ പ്രധാന പരിപാടി. ആര്യ രാജേന്ദ്രൻ പോയ വാർഡുകളിലെല്ലാം വോട്ട് കുറഞ്ഞതായിട്ടാണ് പറയപ്പെടുന്നത്. അവിടെയൊക്കെ BJP ആണ് വൻ ഭൂരിപക്ഷം നേടിയത്. മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന പാഠം ശിവൻകുട്ടി ഓർക്കുന്നത് നല്ലതാണ്. ഈ പിണറായി വിജയൻ മാർക്സിസത്തിൻ്റെ മോന്തായം വളച്ചു കളഞ്ഞു. അതോടെ അതിന് കീഴോട്ടുള്ള സകലതും വളഞ്ഞുപോയി. പിണറായി വിജയൻ മുതൽ മേയർകുട്ടി വരെ എന്തൊരു തോന്നിവാസം കാണിച്ചാലും അതിനെയെല്ലാം പാടിപ്പുകഴ്ത്താനും വാഴ്ത്താനും കുറേ കമ്മിക്കൂട്ടങ്ങളും സൈബറുകളും ഉണ്ടായിരുന്നു. സാധുക്കളുടെയും പൊതുജനങ്ങളുടെയും അവകാശങ്ങളെയെല്ലാം നിഹനിച്ചുകൊണ്ട് അഴിഞ്ഞാടുകയായിരുന്നു ഈ ആര്യ രാജേന്ദ്രൻ. മുഴുത്ത സഖാക്കളുടെയൊക്കെ ലാളനയും വാത്സല്യവും പ്രോത്സാഹനവും ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് ആ കുട്ടി മേൽക്കുമേൽ ഗുണം പിടിക്കാതെ പോയത്. പിണറായി വിജയൻ തേനും വയമ്പും ചാലിച്ച് പകർന്നു കൊടുത്ത അഹങ്കാരം, അല്പത്തം, അപ്രമാദിത്വം, അസഹിഷ്ണുത, അധികാര ഹുങ്ക്, ഈ ദുർഗുണങ്ങളെല്ലാം താഴോട്ടുള്ള സകലതിനുമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് സർവ്വതും അനുഭവിച്ചു കൂട്ടിയത്. ഇപ്പോൾ പണഞ്ഞുകൊണ്ട് നടക്കുകയാണ് ശിവൻകുട്ടി ആര്യ രാജേന്ദ്രൻ വണ്ടി കയറിയത് കൊണ്ടാണ് എൻ്റെ വോട്ട് കുറഞ്ഞതെന്ന്. ബാലുശ്ശേരിയിൽ മത്സരിച്ച ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് സച്ചിൻ ദേവ് പോലും ഒരു ദിവസം പോലും ഈ കുട്ടിയെ അവിടെ വോട്ട് പിടിക്കാൻ കൊണ്ടുപോയില്ല. എന്നിട്ടും അയാളും പരാജയപ്പെട്ടു. ഈ കടുത്ത പരാജയങ്ങൾക്കെല്ലാം കാരണം പിണറായി വിജയൻ എന്ന ദുർബാധയാണെന്ന് ഒരാളും പറയുന്നുമില്ല. ശിവൻകുട്ടി തോറ്റതിൻ്റെ ഉത്തരവാദി പഴയ മേറൂട്ടിയാണ് പോലും. മേറൂട്ടിയുടെ പൊടിക്കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്ന MP ഗോവിന്ദനെയും അന്ന് കണ്ടിരുന്നു. ആര്യ രാജേന്ദ്രൻ ന്യൂയോർക്കിൽ പോയി കള്ളപ്പുരസ്കാരം വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എന്തോ ഒരു പുകഴ്ത്തലായിരുന്നു ഈ ഗോവിന്ദൻ. പിണറായി വിജയൻ കാരണം കേരളമാകെ കമ്മ്യൂണിസം തകർന്നടിഞ്ഞു. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയി. ഇനി കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ശിവൻകുട്ടി.
അല്ലെങ്കിൽ തന്നെ ആരോഗ്യസ്ഥിതി തീർത്തും വഷളായ താങ്കൾ ഇനി മത്സരിക്കേണ്ടതില്ല, വീട്ടിലിരിക്കട്ടെ എന്ന് ആ നാട്ടുകാർ തീരുമാനിച്ചെങ്കിൽ അതല്ലേ ശരി? മോഹൻലാൽ പറയും പോലെ എന്തോ ആളുകൾക്കെന്നെ വലിയ ഇഷ്ടമാണെന്ന് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടന്ന പുള്ളിയാണ് പിണറായി വിജയൻ, ഒപ്പം ശിവൻകുട്ടിയും. ഇപ്പോൾ പിണറായി കണ്ണൂര് ചെന്ന് വാ തുറന്നിരിക്കുന്നത് ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുമെന്നാണ്. അതുകൊണ്ട് ശിവൻകുട്ടിയും ശക്തമായി തിരിച്ചു വരാനുള്ള വല്ല മാർഗവും നോക്കുക. വേലി ചാടുന്നതിനൊക്കെ കോലുകൊണ്ട് മരണമെന്ന് ശിവൻകുട്ടി കേട്ടിട്ടുണ്ടോ ആവോ? ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ശിവൻകുട്ടിക്ക് പറയാൻ പറ്റിയതാണോ ആര്യ രാജേന്ദ്രൻ തൻ്റെ വണ്ടിയിൽ കയറിയത് കൊണ്ടാണ് വോട്ട് പോയതെന്ന്? അപ്പോൾ നിങ്ങൾക്കെന്ത് വിലയാണ് നാട്ടുകാർ തന്നിരിക്കുന്നത്? ശിവൻകുട്ടി മാമൻ തോറ്റതറിഞ്ഞതിൻ്റെ സങ്കടത്താൽ ഈ നാട്ടിലെ കുട്ടികൾ ആരും ഇപ്പോൾ മുട്ടയവിയൽ തൊടുന്നതേയില്ല. വീണ ജോർജ് തോറ്റതറിഞ്ഞ് ശംഖു ഇപ്പോൾ ബിർണാണി കഴിക്കുന്നില്ല. പിള്ളേരെല്ലാം കരച്ചിലോട് കരച്ചിലാണ്. നിങ്ങൾ മടങ്ങി വരണം സഖാക്കളെ.